നമസ്കാരം. കണ്ണൂരിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കളുടെ മറ്റു അധ്യാപക സ്നേഹപൂർവ്വ സ്വാഗതം. നല്ല സൂര്യൻ ഇങ്ങനെ കണ്ണോട്ട് അടിച്ചുകൊണ്ടിരിക്കുക, അതാണ് കണ്ണിങ്ങ ചെവി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം നമ്മൾ ഏതാണ്ട് 4 മണിയോട് അടുത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പിലാത്തറയിലുള്ള മിറാസ് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിട്ടുള്ളൊരു കോളേജാണ്. 15 വർഷമായിട്ടുള്ള ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോളേജാണ്. ഹരിത അവാർഡ്, അതായത് ഏറ്റവും നല്ല പ്രോട്ടോക്കോളുള്ള ഹരിത പ്രോട്ടോക്കോൾ പിന്നെ പാലിച്ചതിൻ്റെ പേരിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ളൊരു ക്യാമ്പസാണ് മിറാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. വളരെ അധികം ക്യാമ്പസിൻ്റെ എന്താ പറയുക ചറവറ ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമായിട്ട് നമ്മൾ ക്യാമ്പസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എന്താണ് ചോദ്യം, ആരാണ് ഉത്തരം പറയാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ നമുക്ക് ആ തദവസരത്ത് അറിയാം. ഓക്കെ, അപ്പം ആരംഭിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന നമ്മുടെ 4 സഹോദരിമാരുണ്ട്. ഇവർ ഇച്ചിരി ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇരുത്തി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ അവിടെ വിശ്രമിക്കുകയായിരുന്നു. അവിടെ ഞാൻ പിടിച്ച് ഇവിടത്തേക്ക് നിർത്തിച്ചത്. പേരെങ്ങനെയാ? സെനീബ. എവിടെ സ്ഥലം? മാട്ടൂൽ. ഓക്കെ. പേര്? നെജില. എവിടെയാ? കുഞ്ഞിമംഗലം. ആ, ഇവിടെ. ഏഴോമൂല. ആ, സന. കുഞ്ഞിമംഗലം. ഈ കുഞ്ഞിമംഗലത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ ഇപ്പോൾ അടുത്ത് നടന്ന വലിയ മംഗലം ഏതാ? വലിയ മംഗലൊന്നും ഇല്ല, എല്ലാം കുഞ്ഞുമംഗലം. എല്ലാം അധികമായിട്ടുള്ള ദൂരത്തൊന്നും ഇല്ലാതെ അല്ലേ, വളരെ എല്ലാം നോർമലായിട്ട് മംഗലം കഴിക്കുന്ന സ്ഥലമാണ് കുഞ്ഞിമംഗലം. വലിയ മംഗലമല്ല, കുഞ്ഞിമംഗലം സ്ഥലം. കുഞ്ഞിമംഗലത്തെ എവിടെ? വായനശാലൻ്റെ അടുത്താണോ? എവിടെ വീട്? അല്ല, പള്ളീൻ്റെ അടുത്താണ്. പള്ളിയുടെ പേര് എന്ത് പള്ളി എന്ന് പറയാം? അവിടെ മസ്ജിദ്. വായനശാലൻ്റെ അടുത്ത് തന്നെയാണോ? കുറച്ചങ്ങോട്ട്. ആ വായനശാലൻ്റെ പേരെന്താ? പെട്ടെന്ന് കിട്ടൂല. ഞാനൊരു തവണ പോകുമ്പോൾ വായനശാല കണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വായനശാലയുടെ പേര് ഓർമ്മയില്ല. ഓക്കെ, ഹോബീസ് എന്താണ്? ഫിലിം കാണും. മൊബൈലിലാണോ കാണുന്നത്, ടി വിയിലാണോ കാണുന്നത്, തിയേറ്ററിൽ നിന്നാണോ കാണുന്നത്? പോയിട്ടും കാണും, ടി വിയിലും കാണും, ഫോണിലും കാണും. ഏറ്റവും നമ്മൾ പുറത്ത് പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്നതാണോ, അല്ലെങ്കിൽ ടി വിയിൽ കാണുന്നതാണോ, അല്ലെങ്കിൽ മൊബൈലിൽ കാണുന്നതാണോ ഏറ്റവും സുഖം? പോയിട്ട് കാണുന്നത്. കാരണം മൊബൈലിൽ കണ്ടാലുള്ള ഒരു പ്രശ്നം എന്താ? റിലീസ് ചെയ്തപ്പോൾ കിട്ടൂല. അല്ല, അതല്ല നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? കണ്ണിനല്ലേ? കാരണം നമ്മൾ 1-2 മണിക്കൂർ ഈ ചെറിയൊരു സ്ഥലത്ത് നോക്കിയിട്ട് നമ്മൾ അത്രയും കണ്ണിന് സ്ട്രെയിൻ കൊടുക്കണം. ഇത്രയും കാണുക എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലൊക്കെ ഒരുപാട് പ്രശ്നം വരും. അതുകൊണ്ട് പരമാവധി മൊബൈലിൽ നമ്മൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായിട്ടും മറ്റു കാര്യത്തിൽ ഉപയോഗിക്കാന്നല്ലാതെ അധിക സമയം സിനിമയെ കാണാൻ വേണ്ടി നമ്മൾ മൊബൈൽ നോക്കിയിരുന്നാൽ കണ്ണിന് പണി കിട്ടും. ആ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഏകദേശം എത്ര ടൈം യൂസ് ചെയ്യും ഒരു ദിവസം മൊബൈൽ? കാരണം എന്താ, നമുക്ക് ക്യാമ്പസിൽ വരുമ്പോൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. എടുക്കാം. ബാഗിൽ വെച്ച് ക്ലാസ് എടുക്കാം. പിന്നെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണോ, അങ്ങനെ സൈലന്റ് വെക്കണം. ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ എടുക്കാം, കുഴപ്പമില്ല. ശരി, എന്നാലും ഏകദേശം എത്ര മണിക്കൂർ യൂസ് ചെയ്യും ഫോൺ? വീട്ടിൽ നിന്ന് യൂസ് ചെയ്യില്ല, കോളേജിൽ നിന്ന് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ എത്ര ടൈം യൂസ് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, കുറേ ടൈം യൂസ് ചെയ്യും. ത്രൂ ഔട്ടായിട്ട് എത്ര ടൈം വരെ? ഇടവേള കൊടുക്കും അല്ലേ നിങ്ങൾ? കുറച്ച് വർഷം 5 മിനിറ്റ് കൂടുമ്പോൾ. അല്ല, 5 മിനിറ്റ് കൂടുമ്പോഴാണ് നമ്മൾ ഫോൺ നോക്കുന്നെങ്കിലും ആ നോക്കുന്ന ടൈം ഡ്യൂറേഷൻ എത്ര പോകും? 5 മണിക്കൂർ. 5 മണിക്കൂറാ? 5 മിനിറ്റ് അങ്ങനെ 5 മിനിറ്റ് എല്ലാം കൂടി ആകുമ്പോൾ 5 മണിക്കൂർ. ഓക്കെ, നിങ്ങൾ കുറച്ച് സമയത്ത് 5 മണിക്കൂർ നോക്കും ശരി, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് എൻജോയ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എന്ത് വേണം നമുക്ക് എൻജോയ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല, നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കാം. ഈ കളരി എന്ന് കേട്ടില്ല? ഈ കളരിയിലൊക്കെ നമ്മളിങ്ങനെ ആളെ പൂട്ടുന്ന പരിപാടിയുണ്ട്. അതായത് അത് ഓരോ അഭ്യാസിയുടെ കഴിവാണ് എന്ന് പറയുന്ന ചോദ്യമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള വസ്തുവാണ്. ആ വസ്തുവിൻ്റെ ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റും. എന്താണ്? ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു ഏത്? ഒരക്ഷരം പോയാൽ കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റും. ഇപ്പം പൂട്ടാൻ പറ്റുന്ന വസ്തു അപ്പോൾ നമ്മൾ കണ്ണ് പൂട്ടുന്നില്ലേ? കണ്ണ് പൂട്ടാൻ തുറക്കാം അല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു ഏതാ? നിങ്ങളുടെയൊക്കെ വീട്ടിലെ വസ്തു ഉണ്ട്. ജനലല്ല. കിട്ടിയില്ല. അപ്പോൾ എന്തായാലും 5 മണിക്കൂർ 2 മണിക്കൂർ 5 മിനിറ്റ് ഇടപെട്ടിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണ്. എന്തായാലും സന്തോഷം കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആൻസർ പറയട്ടെ, കുറച്ചുകൂടി ചോദിക്കട്ടെ, പറഞ്ഞുതരാം.
എന്താവുമെന്ന് പറയാൻ പറ്റില്ല. ഓടുമെന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ടി നോക്കാം. ഹലോ, നമസ്കാരം. വാ, നല്ല സ്ഥലമാണ്. ചെറിയൊരു ഈ മരമല്ല മരമായിട്ട് വരുന്നുള്ളൂ. ഇതിൻ്റെ പേരെന്താ? പേരറിയില്ല സാറേ. പേരറിഞ്ഞൂടാ അറിയില്ല അല്ലേ? അതായത് ഈ ഒരു ചെറിയൊരു മരച്ചൂട്ടിൽ നല്ല പിന്നെ തിളപ്പിച്ച വെള്ളമുണ്ട്, പിന്നെ തണുത്ത വെള്ളമുണ്ട്. ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സംഭവം കൂടിയാണ്. 3 കൂട്ടായിരുന്ന പേര് ഷാസ് ഷാസി ഷാസ് ഷാസ് ഷാസ്. ആ, സ്ഥലം പടന്ന. പേര് വിശാൽ. മിഷാൽ. എവിടെ? കാടങ്ങോട്, ചെറുത്തൂർ. ചെറുത്തൂർ ടൗണിൽ ഉള്ളോട്ടുള്ള സ്ഥലമാണ്. കടങ്ങോട് കുറച്ചുള്ളോട്ട് ഉള്ളോട്ടുള്ള സ്ഥലമാണ്. ഓക്കെ. പേര് മുഹമ്മദ് മുസ്തഫ. സ്വന്തം സ്ഥലം ഓണപ്പറമ്പ് പെരിയൻ്റെ അടുത്ത് പരിയാരം ഓണപ്പറമ്പ്. ഈ ഓണപ്പറമ്പ് എന്ന സ്ഥലത്തിന് പേര് വരാനുള്ള കാരണം എന്തെന്നറിയാം? എന്തെങ്കിലും അന്വേഷിച്ചിട്ടില്ല. ഈ പരിയാരം എന്ന പേര് വരാൻ കാരണം എന്താണ്? അതറിയില്ല. പിന്നെ മെഡിക്കൽ കോളേജിലായിക്കൊണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജ് പിന്നെ വന്നതാണ്. അല്ല, അതെല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങനെ പെരിയാരം എന്ന് പറയും. അങ്ങനെ അല്ലാണ്ട് ഇതൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ പരിഹാരം പണ്ട് ശരിക്കും തോന്നുന്ന പരിഹാരത്തിന് അന്ന് പരിഹാരമായി മാറിയതാണോ അങ്ങനെ ലോപിച്ചോ എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരെ ഹോബീസൊക്കെ എന്താ? പുസ്തകം വായിക്കുക, ചിലയാൾക്ക് പുസ്തകം വായിക്കുക, ചിലയാൾക്ക് പാട്ട് പാടുക, ചിലയാൾക്ക് DJ മ്യൂസിക് കേൾക്കുക. അങ്ങനെ പല പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും നമ്മുടെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ എന്താണ് അങ്ങനെ കാര്യം നിങ്ങളുടെ എന്താണ്? വായിക്കും, അത്യാവശ്യം വായിക്കും. അപ്പോൾ ആരുടെ എങ്ങനെയുള്ള എഴുത്തായിരുന്നു? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും നോവൽസ് ആണോ ചെറുകഥകളാണോ? ചെറുകഥകൾ വായിക്കും. വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടായിരുന്നു? ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല. ഇവിടെ റീഡിങ്ങിന് എങ്ങനെയുള്ള പുസ്തകങ്ങളാണ്? സ്പെസിഫിക് ആയിട്ടില്ല. നമ്മൾ ചില സമയത്ത് ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലാണ്ട് ഇന്ന എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ അങ്ങനെ ആയിട്ടൊന്നുമില്ല. ഫേമസ് ആയ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ഫേമസ് ആയ ബുക്കുകൾ ഉണ്ടാകും. വായിക്കാൻ ശ്രമിക്കാം. തീർച്ചയായും നല്ല കാരണം ഇത് വായനാശീലം അതാണ് ഏറ്റവും വലിയ കാരണം. ഈ മൊബൈൽ വന്നതിന് ശേഷം വായനാശീലം കുറഞ്ഞു എന്ന് പല ആൾക്കാരും പറയും. സത്യമാണോ? അതെ, സത്യം. ആണ്. നമ്മുടെ കൈകൾ ചലിക്കാറില്ല, കണ്ണുകൾ, നമ്മുടെ നാക്കുകൾ ചലിക്കാറില്ല. മൊത്തം നമ്മൾ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് യൂസ് ചെയ്യുന്ന ആൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നുള്ള കാര്യമാണ്. പാട്ട് പാടുമോ? ഇല്ല. ചെറുതായിട്ട് ഇല്ല. നിങ്ങൾ ഇപ്പം പാടും. പാടുവാണെങ്കിൽ എന്തറിയോ ഈ ചെറുപ്പത്തിലേ പാടുന്നുണ്ട്. ശേഷം പാടിയില്ല. എന്നിട്ട് ചെറുതായിട്ട് എന്തറിയോ ഇപ്പം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ടീനേജ് നമ്മുടെ ചെറുപ്പക്കാരെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടെല്ലാം വലിയ ഹൈ പിച്ചുള്ള പാട്ടാണ് പാടുക. പക്ഷെ ഇപ്പം എല്ലാം വളരെ സ്ലോ മ്യൂസിക് ആയിട്ടുള്ള പാട്ടുകൾ കൂടുതൽ ആൾക്കാർ പാടുന്നത് അല്ലേ? അപ്പോൾ രണ്ടുപേരും മറന്നുപോയി, കുറേ കാലം മറന്നുപോയ കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീരാകും കൽബും കൊണ്ടേ വന്നേ നാനീരാവിൽ എങ്ങ് പോയി സുബ്ഹാനനി ഇടനെഞ്ചു പൊട്ടിപ്പാടിനാൻ കണ്ണ് മൂടിപ്പോകയായി ഇരുളിലൊരു ചെറുതിരിയിലുണരു അമ്പിളിക്കതിരാവണി. അടിപൊളി. ഇതാണ് പറഞ്ഞത്. കാരണം എക്കാലവും നിൽക്കുന്ന ഒരു പാട്ടാണ്, മനോഹരമായിട്ടുള്ള പാട്ടാണ്. അപ്പം ഇനി ഞാൻ കാര്യം കൊടുക്കാൻ വളരെ ചെറിയ ചോദ്യമാണ്. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ്. ചോദ്യം: നമ്മൾ കണ്ണ് പൂട്ടും അല്ലേ? കണ്ണ് പൂട്ടാറുണ്ട്, നമ്മൾ വായ പൂട്ടാറുണ്ട് അല്ലേ? അത്യാവശ്യമാണ് നമ്മൾ വായ തുറക്കുന്നതും അത് കൺപോളകളിപ്പം സെക്കൻഡിൽ അടഞ്ഞും തുറന്നൊക്കെ ഇരിക്കും. എൻ്റെ ചോദ്യമാണ്, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളൊരു വസ്തു. ഓക്കെ, ചോദ്യമാണ്, ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു ഏതാണ്? പൂട്ടാൻ പറ്റുന്ന വസ്തു നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള വസ്തുവാണ്. അതിൻ്റെ പേരിൻ്റെ ഒരു അക്ഷരം പോയി കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റും. പൂട്ടാൻ പറ്റും. നമ്മൾ കണ്ണൊക്കെ പൂട്ടുന്ന പോലെ പൂട്ടാൻ പറ്റും. അറിയില്ല. കിട്ടുന്നില്ല. രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ തുടർ ചർച്ച തുടരട്ടെ. കാണാം. ഓക്കെ, താങ്ക് യു. യെസ്. എവിടെയോ പെട്ടെന്ന് എന്തോ വെച്ചെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഒറ്റ പോക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അല്ല മുങ്ങിയതാണ്, പക്ഷെ ഇവിടെ എത്തി. അതാണ് പേര് ആയിഷത്ത് സുഹൈർ. എവിടെ സ്ഥലം? സുഹൈറത്ത്. ആ, പുതിയങ്ങാടി. യെസ്. ഇവിടെ പേര് നിഹാല. എവിടെ? പുതിയങ്ങാടി. ആയിഷ മുട്ടം. ജസ്ന മാട്ടൂൽ. ഹരിത നെരുവമ്പ്രം. ആ, റഫ്ല മാട്ടൂൽ. അപ്പം മാട്ടൂല് എത്ര പേരുണ്ട്? മാട്ടൂല് നിങ്ങൾ 3 ആൾ. മാട്ടൂല്, പഴയങ്ങാടി, പുതിയങ്ങാടി ഒരാൾ, നിങ്ങളുടെ മുട്ടം ഒരാൾ. ആ, നെരുവമ്പ്രം അല്ലേ? ഈ നെരുവമ്പ്രം എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ?
പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും പ്രത്യേകം വയലെല്ലാം ഉണ്ട്. നല്ല വയലുണ്ട്. ആ വയലിന്റെ പേരെന്താ? നെടുമ്പറം വയൽ എന്നാണോ? അതിയടം വയൽ. അദ്യടം വയലാണ്. ശരി. അവിടെ ഇപ്പൊ കൃഷി വല്ലതും നടക്കുന്നുണ്ടോ? കൃഷിയൊന്നുമില്ല, സാധാ വയല്. സാധാ വയൽ. കൃഷിയൊന്നും ഇല്ലാതെ ഒരു കളിക്കാൻ വിട്ടു പറ്റുന്ന വയലാണ്. അങ്ങനെയാണ്. ആ ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ നല്ല പച്ചപ്പില്ല വയല്. പച്ചപ്പുണ്ട്, ഹരിതവർണ്ണമുണ്ട്. ശരി. ഈ മാട്ടൂൽ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? ഇബിനും ബത്തൂത്ത പറഞ്ഞ കണ്ടുപിടിച്ച ഒരു സ്ഥലം, ലൈക്ക് അങ്ങനെ മാത്തൂൽ, നല്ല നീളിലെ ഫുള്ളും നീളായിട്ടില്ലേ, അതുകൊണ്ട് മാത്തൂൽ. മാത്തൂലിനില്ല ഇതാ, പക്ഷെ മാട്ടൂലായി ഇപ്പൊ. ഓക്കെ, അത് അറബിക്ക് വേർഡാ. ലൈക്ക് എനിക്ക് ശരിക്കും അറിയില്ല, പറഞ്ഞത് അറബിക്ക് തന്നെ എന്തോ മാത്തൂൽ. ഒരു അറബി വന്നിട്ട് നാട്ടിൽ വന്ന് ഇട്ടൊരു പേരാണ് മാത്തൂൽ എന്നുള്ളത്. ഒറ്റ മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളിപ്പോൾ കേട്ടറിവുള്ള മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് മാട്ടൂൽ എന്നല്ല. അവിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അറബി വന്നു. എന്നാ പേര്? അയാളുടെ പേര് അറബിൻ്റെ ഇബനും ബത്തൂത്ത എന്ന് പറയുന്ന ഒരു അറബി വന്ന് അവർ പിന്നെ നമ്മുടെ ഈ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഇത്ര വലിയ നേരെ ദൂരെയുള്ള റോഡ് കണ്ടിട്ട് അവരിട്ട പേരാണ് മാത്തൂൽ. മാത്തൂൽ തൂൾ എന്നാണോ തൂൾ എന്നാണോ? പക്ഷെ നമ്മുടെ സ്ഥലത്തിന് ഇപ്പൊ പേര് മാട്ടൂൽ. അതായത് ഓരോ സ്ഥലത്തിൻ്റെ പേരിൻ്റെ പിന്നിലും അതിൻ്റേതായിട്ടുള്ള കഥകളുണ്ടാവും. പക്ഷെ ആ കഥകൾ നമ്മളിപ്പം ജനറേഷൻ മാറി മാറി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പേരിനെ ലോപിച്ച് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ മാറും. അതുപോലെ തന്നെ കഥകൾ അറിയാതെ പോകും. പക്ഷേ അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതൊരു മറ്റൊരു അറിവായിട്ട് മാറുന്നത്. ഇപ്പം നിങ്ങളിത് പറഞ്ഞുകൊണ്ട് എനിക്ക് അടുത്ത മാട്ടൂലിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയുന്നത് മാട്ടൂലല്ല മാത്തൂൽ, ഇങ്ങനെ ഒരു വ്യക്തി വന്നിട്ട് പേരിട്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ അറിവ് കൊടുക്കും തോറും വർദ്ധിക്കുന്നതാണ് അറിവ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുക, അതല്ലേ? ആരാ പാട്ട് പാടുന്നേ? ആരാ പാടുന്നേ? രണ്ടുപേരി ആവൂല. ശരി. അപ്പം ചെറിയ ചോദ്യം ചോദിക്കാം. ഉറങ്ങുമ്പോൾ പൂട്ടുന്ന എന്താണ്? കണ്ണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുറക്കുന്ന എന്താണ്? ഭക്ഷണം കഴിച്ചാൽ പൂട്ടുന്ന എന്താണ്? അപ്പം വായ തുറക്കാം, വായ പൂട്ടാം. കണ്ണ് തുറക്കാം, കണ്ണ് പൂട്ടാം. ചോദ്യമാണ്, നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളൊരു സാധനമാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. എന്താ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന വ്യക്തിയെ ഞാൻ. ചോദ്യമാണ്, ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു ഏതാണ്? ഒരക്ഷരം, ഒരു വസ്തുവിൻ്റെ പേരിൻ്റെ ഒരക്ഷരം പോയി കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റുന്ന സംഭവമായിട്ട് മാറും. എങ്കിൽ എന്താണ്? നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടിലുണ്ട്. ഇവിടെ ഈ ക്യാമ്പസിലുണ്ട്. ഇവിടെയുണ്ട്. ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു. ആ ഒരു വസ്തു നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഈ ക്യാമ്പസിലുള്ളൊരു വസ്തുവാണ്. ആ വസ്തുവിൻ്റെ പേരിൻ്റെ ഒരക്ഷരം പോയി കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റും. രക്ഷയില്ല. അപ്പം അങ്ങനെ മാട്ടൂലിൻ്റെ മാത്തൂൽ എന്നാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ. പിന്നെ മാട്ടൂലായ കഥയൊക്കെ പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ നെരുവമ്പുറം, ആ വയലിൻ്റെ പേരെന്താണ്? അദ്യടം വയൽ. അവിടെ കളിക്കാനും അതുപോലെ തന്നെ ഹരിതവർണ്ണമായിട്ടുള്ള വയലാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും ഒരു അറിവാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കാണാം. താങ്ക് യു. ഓക്കെ, ഉത്തരം പറഞ്ഞു തരാം. ഞാൻ ഒരാളും കൂടി ചോദിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ബ്രാസ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രിൻസിപ്പാളുടെ ഓഫീസിനകത്ത് കയറിയിരിക്കുകയാണ്. നമസ്കാരം. സാറിൻ്റെ ഫുൾ നെയിം? അബു ഇസ്ഹാഖ്. അബു ഇസ്ഹാഖ്. സ്വന്തം സ്ഥലം എവിടെ സാറിൻ്റെ? നിലമ്പൂരാണ്. മലപ്പുറം. അപ്പോൾ ഈ നിലമ്പൂരുള്ള സാർ എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെ? ഞാനിവിടെ കണ്ണൂർ എടാട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഒരു പ്രിൻസിപ്പൽ പോസ്റ്റ് വന്നപ്പോൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ട്? ഇവിടെ 1.5 വർഷം കഴിഞ്ഞു. ഒരു പ്രിൻസിപ്പാളിൻ്റെ ഈ ചുമതലയിൽ ഏറ്റവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏത് കാര്യത്തിലാണ്? കുട്ടികളുടെ കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കുട്ടി എക്സാമിൻ്റെ കാര്യത്തിൽ, അവരുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യമായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്, വളരെ ശ്രദ്ധയോട് കൂടി ചെയ്യുന്ന കാര്യം. പിന്നെ അതേപോലെ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് കാരണം നമ്മൾ ഒരുപാട് ക്യാമ്പസ് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു സൈലൻസ് ആയിട്ടുള്ള സംഭവം മാത്രമല്ല, വളരെ ശുചിത്വപൂർണ്ണമായൊരു അന്തരീക്ഷം, പിന്നെ എല്ലാം മൊത്തത്തിലൊരു നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കീപ്പ് ചെയ്ത് കൊണ്ടുവന്നത്? കുട്ടികളുടെ കാര്യം തന്നെ. നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും അവരുടെ ഫീഡ്ബാക്ക് എടുക്കും. അതിൽ ക്യാമ്പസിൻ്റെ ആംബിയൻസ് അടക്കം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു പ്രതിപാദ്യ വിഷയമാണ്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റിനനുസരിച്ചുള്ള ക്യാമ്പസിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 1.5-2-3 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെന്താണോ പറയുന്നത്, അവർക്ക് പിന്നെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ വേണം, അവർക്ക് തണൽ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ പതിയെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർക്കശമായിട്ടുള്ള നിയമങ്ങൾ വല്ലതുണ്ടോ?
നിയമങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് കർക്കശമാക്കേണ്ടി വരും. കാരണം നിയമങ്ങൾ അധികം നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതല്ല. കേരള ഹൈക്കോടതിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ നിയമമാണ്. നിങ്ങൾക്കറിയാമല്ലോ, മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് നമ്മളുണ്ടാക്കുന്ന നിയമമല്ല. ചില സമയത്ത് നമുക്കത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ക്യാമ്പസ് മൊത്തം ക്യാമറ നിരീക്ഷണത്തിലാണ്. മൊത്തമല്ല, നമ്മളെ ക്ലാസ് റൂമുകൾ, എക്സാം നടക്കുന്ന ക്ലാസ് റൂമുകൾ, പ്രിൻസിപ്പൽ റൂം അടക്കം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രിൻറ്റിങ് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ അതേപോലെ കൊറിഡോറുകളെല്ലാം ക്യാമ്പസ് നിരീക്ഷണത്തിലാണ്. പിന്നെ കുട്ടികളുടെ നമ്മുടെ പഠനത്തിലുപരി മറ്റേ കലാപരമായിട്ടും കായികപരമായിട്ടും ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ടാവും. അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതിനെ പരിപോഷിപ്പിക്കാൻ ഒരുപാട് പരിപാടി. കാര്യമായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സെഷൻ്റെ തുടക്കത്തിൽ തന്നെ വിറാസ് പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുട്ടികളുടെ ഓപ്ഷൻ പ്രകാരം കുട്ടികളെ എടുത്തിട്ട് 8 ടീമുകളാക്കിയിട്ട് പിന്നെ ഫുട്ബോൾ ലീഗ് നടക്കാറുണ്ട്, ഇപ്പോൾ വോളിബോൾ ലീഗ് നടക്കാറുണ്ട്, അതേപോലെ തന്നെ കലാകായിക മത്സരങ്ങൾ നടക്കാറ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഫ് സ്റ്റേജ് ഐറ്റംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂണിയൻ്റെ നേതൃത്വത്തിൽ വളരെ വൃത്തിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഓഫീസും എല്ലാം അടിപൊളിയാണ്, എല്ലാം വളരെ നീറ്റാണ്. അതായത് നമ്മൾ അവിടെ ഇവിടെ വാരിയലിച്ച് എന്ന അലക്ഷ്യമായിട്ടൊന്നുമില്ലാതെ എല്ലാം കൃത്യമായിട്ടുള്ള ഇരിക്കേണ്ട പോയിന്റിൽ ഓരോ സംഭവം വെച്ചുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അത് ഒരു കാര്യം കൂടി പറയണ്ടേ, ഇപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഹരിത കേരള മിഷൻ ഇവിടെ വന്നിരുന്നു. അവരുടെയും കുറേ പിന്നെ നിർദ്ദേശങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഹരിത കേരള മിഷൻ്റെ കീഴിൽ കണ്ണൂരിലെയും പല സ്ഥലങ്ങൾ കേരളത്തിലെയും ഒക്കെ കലാലയങ്ങൾ ഹരിത കലാലയങ്ങളാക്കി മാറ്റുമ്പോൾ ഒന്നാമത്തെ ഹരിത കലാലയമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ രീതി, നമ്മുടെ പോക്ക് എത്രത്തോളം നല്ല രീതിയിലാണോ അതിനായിട്ടുള്ള അംഗീകാരം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡ് ഉണ്ടാവും. എന്താണ്? അന്വേഷണങ്ങൾ അല്ലേ? അങ്ങനെ ഓരോ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിലുള്ള റിസപ്ഷൻ. അപ്പം ഇവിടെയാണ് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണ്ടെങ്കിൽ, ക്യാമ്പസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മളിവിടെ അന്വേഷിക്കുക. അതാണ് നമ്മൾ റിസപ്ഷൻ എന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഒരു മാഡം ഉണ്ട്. എന്താ പേരെന്താ? അഞ്ജലി. പൂച്ചയെ കാണുമ്പോൾ പേടിയുണ്ടോ? ഇല്ല. പൂച്ചയുണ്ടോ വീട്ടിൽ? ഇല്ല. എലിയുണ്ടോ വീട്ടിൽ? ഒരു എലി ഇവിടെ തന്നെയുണ്ട്. പിന്നെ എന്തിനാ വേറെ എലി അല്ലേ? അഞ്ജലി. ഇവിടെ സ്വന്തം സ്ഥലം എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ചുരത്തിൻ്റെ ചുരം ഇറങ്ങണോ ശരിക്കും? ചുരം കയറുന്നതിന് മുന്നേ. ശരി, താമരശ്ശേരി ചുരം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും കോഴിക്കോട് ജില്ലയാണോ വയനാട് ജില്ലയാണോ വരുന്നത്? താമരശ്ശേരി എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ്. ഇത് നമ്മുടെ ചുരം വരുന്നത് വയനാട്. നമുക്ക് പപ്പുചേട്ടൻ പറഞ്ഞ നമ്മൾ താമരശ്ശേരി ചുരം. ഈ പിന്നെ കോഴിക്കോടിൽ വേറെ നമ്മുടെ ഒരു അതേ സിനിമയിൽ പപ്പുചേട്ടൻ പറഞ്ഞ അതേ സിനിമയിൽ കോഴിക്കോടിലൊരു സ്ഥലം, ഒരു വീടിൻ്റെ മതിലിടിച്ചൊരു സംഭവമുണ്ട്. ആ വീടിൻ്റെ മതിൽ ഇപ്പോഴും കെട്ടാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അറിയോ? പോകുമ്പോഴൊക്കെ കാണാം അല്ലേ? വെള്ളാനയുടെ നാട് സിനിമ. വെള്ളാനയുടെ നാടിൻ്റെ സിനിമയിൽ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ കാര്യം പപ്പുവട്ടം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡ് കൊണ്ടുപോയിട്ട് ആ വീടിൻ്റെ ഘടകം പൊളിക്കുന്നുണ്ട്. ആ വീടിൻ്റെ ഘടകം ഇപ്പോഴും ആ സിനിമ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊളിഞ്ഞ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. കെട്ടിയിട്ടില്ല. ഇവിടെ ക്യാമ്പസ് എത്രയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ ഞാനിപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. 1.5 വർഷമായി. 2 വർഷം ആവുന്നു. പിന്നെ പോക്ക് വീക്കിലേ ആണോ വീട്ടിലോട്ട് പോകുന്നത്? അല്ലല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ പ്ലാത്ര തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരെന്താ? അർജുനേട്ടാ നമസ്കാരം. ആ കാര്യം കൂടി നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ഓക്കെ, സന്തോഷം. അപ്പം എത്ര മണിക്ക് ഇവിടെ എത്തും രാവിലെ? ഞാൻ രാവിലെ ഒരു 9 മണി. എങ്ങനെ, ബസ്സിനാണോ 2 വീലർ എങ്ങനെയാണ്? അല്ലല്ല, ഒന്നെങ്കിൽ ബസ് അല്ലെ ഹസ്ബൻഡ് ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, വൈകിട്ട് എത്ര മണിക്ക് ഇവിടെ പോകും? 4:30. അപ്പം ഇനി ഞാൻ ചെറിയ കാര്യം അന്വേഷിക്കുകയാണ്. നിങ്ങളുടെ കോഴിക്കോട്ടിലെ വീട്ടിലുണ്ട്, നിങ്ങളുടെ ഇവിടെയുള്ള ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഉള്ളൊരു വസ്തുവാണ്. റെഡി? അത് ഈ ക്യാമ്പസിനുണ്ട് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല, ഉള്ളിൽ പോകത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ഉറങ്ങാൻ നേരത്തെ നമ്മൾ കണ്ണുപൊട്ടും, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ വായ തുറക്കും, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ആയിരിക്കും വായ പൊട്ടും. ഓക്കെ, ചോദ്യമാണ്, ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു ഏതാണ്? അക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഈ ക്യാമ്പസിൽ എനിക്കൊന്നും ഇവിടെ കണ്ടില്ല. പ്രിൻസിപ്പാളുടെ റൂമിലൊക്കെ ആ വസ്തു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു. എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ക്ലൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില വീടുകളിൽ ഇത് എല്ലാ റൂമിലും ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ സെൻട്രലിൽ മാത്രം ഉണ്ടാവും. അല്ല, നിങ്ങൾ നോക്കുന്ന ആ ഒരു പിന്നെ ഏരിയ തന്നെയാണ് കൂടുതലായിട്ട് എൻ്റെ സാധനം ഉണ്ടാകും. ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു. അറിയില്ല, എന്തെങ്കിലും ഒരു ക്ലൂ കൂടി തരാൻ ട്രൈ ചെയ്തോ. സമ്മാനം കൊടുക്കാൻ. അതായത് നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ ഇടക്കിടക്ക് നോക്കും. വീട്ടിലുണ്ടെങ്കിൽ ആ വസ്തുവിനെ ഇടക്കിടക്ക് നോക്കും.
അക്ഷരം പോയാൽ കൂട്ടാൻ പറ്റുന്ന വസ്തു. വീട്ടിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കും. അതിൻ്റെ ചെറിയ രൂപം, പേര് മാറ്റാണ്, ചെറിയ രൂപം പിന്നെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അറിയില്ല. ഇല്ല, ഇല്ല. ഓരോ ദിവസത്തിൻ്റെയും കിടപ്പ് തന്നെ അതിലൂടെയാണ് നമ്മൾ അറിയുന്നത്. എത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെടുക? 4:30. സമയമാണോ? അതെ. സമയമല്ല, ഏതാണ്ട് അടുത്തെത്തി. ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തു. വീട്ടിലുള്ള സാധനം. റൗണ്ടായിട്ടുണ്ടാവും. ക്ലോക്കാണോ? ക്ലോക്കാണോ? അല്ല. ക്ലോക്കാണോ? ആണോ? ക്ലോക്കാണോ? ആണോ? അതാണോ? ആണോ? ക്ലോക്ക് ആയിരിക്കും. ആണെങ്കിൽ എങ്ങനെ ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുന്ന വസ്തുവായിട്ട് മാറും? എങ്ങനെ? അങ്ങനെ ഞാൻ ചിന്തിച്ചില്ല. ഞാൻ പറയുന്ന ക്ലോക്ക് ആണെങ്കിൽ എങ്ങനെയാണ് ഒരക്ഷരം പോയാൽ പൂട്ടാൻ പറ്റുമോ? ഇല്ലല്ലോ, കൂട്ടാൻ പറ്റില്ല. ഞാൻ ഒന്ന് പൂട്ടാൻ പറ്റും. പറ്റും. എന്നാ എങ്ങനെ? എങ്ങനെയെന്നുള്ളത് അറിയില്ല. ക്ലോക്ക് ക്ലോക്ക്. ഞാൻ ഇത്രയും ക്ലൂ കൊടുത്തൊന്നും കിട്ടിയില്ല. അവസാനം ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ ഹലോ കിട്ടിയെന്ന് പറഞ്ഞൊരാൾ പറയുന്നത്. ഇനി പറയൂ, തീരുമാനമായോ? എന്താ തീരുമാനമായത്? ക്ലോക്കിന്റെ സി പോയാൽ ലോക്ക്. ക്ലോക്കിന്റെ സ്പെല്ലിങ് CLOCK. അപ്പോൾ സി പോയി കഴിഞ്ഞാൽ LOCK ലോക്ക്. ക്ലോക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂട്ടാൻ പറ്റും. അല്ലേ? ഇതാരാ പറഞ്ഞത്? ആരും വന്നതില്ല, എന്റെ സ്വയം ഞാനിങ്ങനെ സത്യം, ഞാൻ സത്യം, ചിന്തിച്ച്. അതെ. അതാണ് താമരശ്ശേരി ചോര ഇറങ്ങണ്ട, അതിനെക്കാട്ടി മുകളിലാണ് ഇവിടെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ക്ലോക്കാണ്. CLOCK ക്ലോക്ക്. അതിൻ്റെ സി മാറ്റിയ ലോക്ക്, പൂട്ടാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് ലോക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് അവിടെ ഉത്തരത്ത് എത്തിച്ചത് ചോദിച്ചു വാങ്ങിയാണ്. ഓക്കെ, അപ്പോൾ സമ്മാനം തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്നൊരു സമ്മാനമുണ്ട്. പിന്നെ MS ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനമുണ്ട്. ഗോൾഡ് അല്ല, പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 സമ്മാനം നമുക്ക് ലൈഫ് ടൈം ലോങ് ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ. ഓക്കെ, അപ്പോൾ കാണാം. താങ്ക് യു. യെസ്, അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂട്ടാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും മുന്നോട്ട് പോയത്. അപ്പം എല്ലാവർക്കും പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അടുത്ത അധ്യായത്തിൽ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗുഡ് ബൈ.